ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടെക്പരമായിട്ടുള്ള വീഡിയോ ഒന്നല്ല, ഒരു ട്രാവൽ വീഡിയോ ആണ്. നെല്ലിയാമ്പതി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഇങ്ങനെ ചുരം കയറുന്ന പോലെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ മൈക്ക് എടുക്കാത്തത് കൊണ്ട് തന്നെ മൈക്കിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഇനി സൗണ്ട് ഞാൻ വേണമെങ്കിൽ വോയിസ് ഓവർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ കണ്ടു നോക്കാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് നമ്മളിങ്ങനെ ചുരം കയറുന്ന പോലെ ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുള്ളൂ. നമ്മുടെ വയനാട് ചുരമൊക്കെ കയറുന്ന പോലെ തന്നെ ഫുള്ള് ചുരങ്ങളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി എത്രയോ മുകളിലോട്ട് കയറി പോകാനുണ്ട്. നമ്മൾ ജസ്റ്റ് ഇപ്പോഴും താഴെത്തിട്ട് നമ്മൾ ഒരുപാട് ദൂരം കൊണ്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഇനിയും ഒരുപാട് മുകളിലോട്ട് കയറി പോകാനുണ്ട്. അതിനുശേഷം നമുക്കൊരു അടിപൊളി ട്രക്കിംഗ് ഉണ്ട്. ഇവിടെ മെയിനായിട്ടുള്ളത് ആ ഒരു ട്രക്കിംഗ് തന്നെയാണ്. ട്രക്കിംഗ് വഴി നമ്മൾ ഒരു ഹിൽ ടോപ്പിന് മുകളിൽ ചെന്നിട്ട് അടിപൊളി ഒരു വ്യൂ പോയിന്റിൽ എത്തുന്നതാണ്. അവിടെയാണെന്ന് പറഞ്ഞാൽ പൊലഞ്ചാതി തണുപ്പുള്ള സ്ഥലമാണ്. അവിടെയൊക്കെയുള്ള വീടൊക്കെ ഞാൻ അത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ താഴെത്തിയിട്ടുള്ളൂ. ഇനിയും കിലോമീറ്റർ കണക്കിന് മുകളിലോട്ട് കയറി പോകാനുണ്ട്. അതുപോലെ ട്രക്കിംഗ് എന്ന് പറയുന്നത് ഫോറസ്റ്റിലൂടെ 14 കിലോമീറ്റർ നമുക്ക് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് പോയി നോക്കാം. ഗൈസ്, അപ്പോൾ കുറച്ചിങ്ങോട്ട് പോകുന്നപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഹിൽ ടോപ്പിൽ എത്തിയിട്ടില്ല എങ്കിലും അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കുറച്ചിട്ട് പോന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് ഇവിടെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചാന്ന് വിചാരിച്ചു. എന്തായാലും അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റ് ആണിത്. ഇനിയും ഒരുപാട് മുകളിലോട്ട് നമുക്ക് പോകാനുണ്ട്. അപ്പം എന്തായാലും ഇവിടെ ഉള്ള ആ ഒരു കാഴ്ചകളിൽ കാണുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും മുകളിൽ പോയാലുള്ള കാര്യം പറയാനില്ല, ഇതിനെക്കാട്ടിയും ടോപ്പായിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റേഷനൊക്കെ ഉണ്ടാവും, എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റുന്നില്ല. അപ്പം എന്തായാലും പറ്റുന്ന സ്ഥലമൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കേസ് അപ്പോൾ ഇനി നെല്ലിയാമ്പതി ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിങ്ങിനാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അപ്പോൾ ഒരു ജീപ്പ് ഉണ്ട് ഇവിടെ. ജീപ്പിൽ കയറിയിട്ട് ട്രക്കിങ്ങിന് പോകാൻ പോവുകയാണ്. ഇവിടെ അതാണ് 14 കിലോമീറ്റർ ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അതൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ ഇത് ഈ ജീപ്പ് കയറിയിട്ട് ഓക്കെ. അപ്പോൾ ഇനി ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് ഇങ്ങോട്ട് വരേണ്ടത്, അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറാനുള്ള ഫീസൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങോട്ട് നിങ്ങൾ വരേണ്ടത് കാരാശൂരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നെല്ലിയാമ്പതിയിലെ കാരാശൂരി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് വരേണ്ടത്. പല സ്ഥലത്തും ട്രക്കിംഗ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ തന്നെ 3-4 ഭാഗത്തോട്ട് ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു ഭാഗത്തോട്ടാണ്, അതേപോലെ തന്നെ വേറെ ഭാഗത്തോട്ടും ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു വണ്ടിക്ക് വാടക വരുന്നത് 1200 ആണ്. ഇങ്ങനെ ഓഫ് റോഡ് ജീപ്പിന് 1200 രൂപയാണ് വാടക വരുന്നത്. അപ്പോൾ 1200 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. പിന്നെ കൂടാതെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കടക്കണമെങ്കിൽ അവിടെ ചെക്ക് ബോക്സിൽ ചെറിയ 50 രൂപ ഒരാൾക്ക് വീതം കൊടുക്കണം. 50 രൂപ ഒരാൾക്ക് കൊടുത്താലേ നമുക്ക് ഇവിടെ കടക്കാൻ സാധിക്കും. എത്ര ആളുണ്ടോ അത്ര ആൾക്ക് 50 വീതം കൊടുക്കേണ്ടി വരും. കുട്ടികൾക്കാണെങ്കിൽ വേണ്ട, മുതിർന്നവർക്ക് മാത്രം കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഏതാണ്ട് ഓഫ് റോഡിലൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. റോഡ് മുഴുവൻ ഇനി മുതൽ നിങ്ങൾക്കറിയാം, ഓഫ് റോഡ് റോഡുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഫുള്ള് കല്ലും എന്താ പറയുക, ആകപ്പാട് അങ്ങോട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഓഫ് റോഡ് വെഹിക്കിൾസിലല്ലാതെ മറ്റൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല, അങ്ങനത്തെ റോഡായിരിക്കും. അപ്പോൾ ഏതാണ്ട് അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അനിയത്തേക്ക് ആ പേടിച്ചിട്ടുണ്ട് റോഡിൻ്റെതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി കുറച്ച് ദൂരം നമുക്ക് ഈ ഓഫ് റോഡ് തന്നെയാണ് സഞ്ചരിക്കാനുള്ളത്. അതാണ്ട് ഞാൻ പറഞ്ഞാൽ 14 കിലോമീറ്ററോളം ഉണ്ട് ഇതിൽ സഞ്ചരിക്കാൻ. ഇവളാകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 14 കിലോമീറ്ററോളം നമുക്കിനി ഇത് ഓഫ് റോഡിൽ സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിലേ നമുക്ക് ആ ഒരു ഹിൽ ടോപ്പിലെത്താൻ സാധിക്കുകയുള്ളൂ. ഇത് ഏതാണ്ട് ഒരു ഫോറസ്റ്റിനുള്ളിൽ കൂടിയാണ് വരുന്നത്. അധികം ഭീകരമായ ഫോറസ്റ്റ് ഒന്നുമല്ല, എങ്കിലും കുറച്ചൊക്കെ ഫോറസ്റ്റ് ഉണ്ട്. പക്ഷേ റോഡെന്ന് പറയുന്നത് ഫുള്ളായിട്ടുള്ള ഒരു ഓഫ് റോഡ് തന്നെയാണ്. ഇതൊക്കെ താണ്ടിയിട്ട് വേണം നമുക്ക് ആ ഒരു ഹിൽ ടോപ്പിലെത്തിയിട്ട് ആ ഒരു വ്യൂ പോയിന്റിലെത്തിയിട്ട് എന്താ പറഞ്ഞ മാതിരി ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി മുഴുവൻ ഈ റോഡിലൂടെയാണ് കുറച്ച് ഡിസ്റ്റൻസ് നമുക്ക് പോകാനുള്ളത്.
നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. ആ ഡെസ്റ്റിനേഷൻ, ആ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഇവിടെയുള്ള കാറ്റ് കാരണം ഞാൻ പറയുന്നത് എന്താണെന്ന് പോലും കേൾക്കില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ എന്താ പറയാ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. അടിപൊളി കാറ്റും അതിനനുസരിച്ചിട്ടൊരു വ്യൂ പോയിന്റുമാണ്. നിങ്ങൾ രാവിലെയൊക്കെ വരുന്നല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മഞ്ഞുള്ള ടൈമിലാണ് വരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് ലുക്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ പോയിന്റ് കാണാൻ സാധിക്കും. എല്ലാത്തിനും ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും ചൂടുള്ള ടൈമാണ്. ഞങ്ങൾ താഴത്ത് ഇതുകൊണ്ട് കടക്കുന്ന വരെ നല്ല ചൂടുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങോട്ട് കടന്നതിന് ശേഷം ചൂടെന്ന് പറയുന്ന സാധനമില്ല, വെയിൽ കുത്തുന്നുണ്ട് എങ്കിലും ചൂടില്ല. ലഞ്ചാതി തണുപ്പാണ്. കൊടുത്താലും അത് നഷ്ടത്തിലാവില്ല. 1200 രൂപയ്ക്കുള്ള മുതൽ ഇവിടെ ഉണ്ട്. എന്തായാലും നെല്ലിയാമ്പതി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രക്കിംഗ് നടത്തിയിരിക്കണം. എന്നിട്ട് ഇതേപോലുള്ള പ്ലേസുകളിൽ പോകണം. നെല്ലിയാമ്പതിയിലെ ഏറ്റവും ടോപ്പ് പ്ലേസുകളിൽ ഒന്ന് തന്നെയാണ് ഇത്. തീർച്ചയായും ഇവിടുത്തെ ട്രക്കിംഗ് കാരണം ട്രക്കിംഗ് കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ വന്നത് എന്താ പറയുക മുതലാവുകയുള്ളൂ. ആ ട്രക്കിംഗ് കയറിയതിന് ശേഷം ഈ വ്യൂ പോയിന്റിൽ ഇവിടെ വന്നു നോക്കണം. എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. എനിക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലാവും. അടിപൊളിയാണ്. ആ കുന്നൊക്കെ കാണാൻ തന്നെ ഞാൻ സൗണ്ട് ക്ലിയർ ആണോ എന്ന് അറിയില്ല, പറഞ്ഞവർ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വ്യൂ പോയിന്റ് ആണ് ഇത്. നമ്മൾ ആദ്യം കണ്ടത് ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിന്റ് ആണ്. പിന്നെ ഇത് കുറച്ച് താഴെയുള്ള വ്യൂ പോയിന്റ് ആണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല. അത് ഏറ്റവും മേലെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. തണുത്തിട്ടാകണ്ട് ഇല്ലാതെ ആകും. പക്ഷെ ഇവിടെ അങ്ങനെ വല്ലാ തണുപ്പൊന്നുമില്ല. ജസ്റ്റ് നമുക്കൊരു നല്ലൊരു ബ്യൂട്ടി ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ നെല്ലിയാമ്പതി വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ അത് ഭയങ്കര മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഔട്ട്ഡോർ എടുക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. ഇനി ഈ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നിങ്ങൾ നെല്ലിയാമ്പതി വീണ്ടും പറയുകയാണെങ്കിൽ തീർച്ചയായും ഈ സ്ഥലത്തേക്കൊക്കെ പോയിരിക്കണം. അല്ലെങ്കിൽ അതെന്താ പറയുക, ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും.